വെട്ടിക്കുറച്ച വിമാന സർവീസുകൾ തിരികെ കൊണ്ടുവരുമെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ്. കേരളത്തിൽ നിന്നുള്ള വിമാന സർവീസുകൾ കുറച്ചത് താൽക്കാലിക നടപടി മാത്രമാണെന്നാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ മുഖ്യമന്ത്രിയെ അറിയിച്ചിരിക്കുന്നത്. ശൈത്യകാല ഷെഡ്യൂളിൽ വിമാന സർവീസുകൾ വെട്ടിക്കുറച്ച വാർത്ത മീഡിയ വൺ റിപ്പോർട്ട് ചെയ്തിരുന്നു. മീഡിയ വൺ ഇംപാക്ട്. ഇന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ ചേംബറിൽ ചേർന്ന യോഗത്തിലാണ് മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയിൽ ഇവരോട് ഈ കാര്യം അന്വേഷിക്കുകയും അവർ അതിൽ വിശദീകരണം നൽകുകയും ചെയ്തിരിക്കുന്നത്. ഇതൊരു താൽക്കാലിക നടപടി മാത്രമാണ് എന്നാണ് ഇപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയായ ഒരു കാര്യമായിരുന്നു. മീഡിയ വൺ വാർത്ത പുറത്തുവിട്ടപ്പോൾ തന്നെ അതിൽ ഇടപെടലുകൾ ഉണ്ടായിരിക്കുന്നു, അതിൽപ്പോൾ ഇവരുടെ വിശദീകരണം വന്നിരിക്കുന്നു എന്ന കാര്യമാണ് ഇപ്പോൾ ഏറ്റവും ആശ്വാസകരമാകുന്നത്. 25 ലക്ഷത്തിലധികം പ്രവാസികളുള്ള കേരളത്തിൽ ഇത് വലിയ തരത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കും എന്നായിരുന്നു റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. അവർ പറഞ്ഞിരുന്നത് ഈ മാസം അവസാനത്തിൽ ആരംഭിക്കുകയും മാർച്ച് അവസാനത്തിൽ അവസാനിക്കുകയും ചെയ്യുന്നത് ശൈത്യകാല ഷെഡ്യൂളിൽ വലിയ തരത്തിൽ 75ഓളം സർവീസുകൾ വെട്ടിക്കുറക്കും എന്നാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഭാഗത്ത് നിന്ന് അറിയിപ്പുകൾ ഉണ്ടായിരുന്നത്. അതിൽ തന്നെ വലിയ തരത്തിൽ കരിപ്പൂർ എയർപോർട്ടിൽ നിന്നും അതുപോലെ തന്നെ കണ്ണൂർ എയർപോർട്ടിൽ നിന്നും കേരളത്തിലെ 4 എയർപോർട്ടുകളിൽ നിന്നും വലിയ തോതിൽ സർവീസുകൾ വെട്ടിക്കുറക്കും എന്ന് വന്നതോടുകൂടി വലിയ ആശങ്ക നിലനിന്നിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൽ ഒരു വിശദീകരണം വന്നതോടുകൂടി ആശങ്ക പൂർണ്ണമായി ഒഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും അതിൽ ആശ്വാസകരമായ ഒരു നടപടിയാണ് ഉണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രി ആ വിഷയത്തിൽ ഇടപെടുകയും അവരോട് വിശദീകരണം ചോദിക്കുകയും അവരുമായി കൂടിക്കാഴ്ചയിൽ അവർ അതിൽ വ്യക്തത വരുത്തുകയും ചെയ്തിരിക്കുന്നത് ഒരു താൽക്കാലിക നടപടിയാണ്, ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്ന ഒരു മറുപടിയാണ് പ്രാഥമികമായി അവർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ അറിയിച്ചിരുന്നതനുസരിച്ച് കരിപ്പൂരിൽ നിന്ന് മാത്രം 25 ഗൾഫ് സർവീസുകൾ ഇല്ലാതാകും എന്ന് അറിയിച്ചിരുന്നു. അതുപോലെ തന്നെ കരിപ്പൂരിൽ നിന്ന് ജിദ്ദയിലേക്ക് ആഴ്ചയിൽ 6 ദിവസം സർവീസ് നടത്തുമ്പോഴും ദമാമിലേക്ക് സർവീസ് ആഴ്ചയിൽ 3 ദിവസമായി കുറക്കും. അതുപോലെ തന്നെ കരിപ്പൂരിൽ നിന്ന് അബുദാബിയിലേക്ക് ആഴ്ചയിൽ 4 ദിവസം, മസ്കത്തിലേക്ക് ആഴ്ചയിൽ 3 സർവീസ്, ഇങ്ങനെ വലിയ തോതിൽ തന്നെ സർവീസുകൾ വെട്ടിക്കുറക്കും എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇത് വലിയ ആശങ്കയാണ് പ്രവാസികൾക്ക് ഉണ്ടാക്കിയിരുന്നത്. ഈ കാര്യത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രി അവരോട് വിശദീകരണം ചോദിക്കുകയും ആ കൂടിക്കാഴ്ച ഏതായാലും തൃപ്തികരമാണ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇതിൽ വ്യക്തത പൂർണ്ണമായും വന്നിട്ട് ഈ ആശങ്ക നീങ്ങുന്ന നില ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും അതിൽ പ്രവാസികൾക്ക് ഇപ്പോൾ ആശ്വസിക്കാൻ വകയുണ്ട് എന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. എന്തായാലും ഈ വാർത്തയിൽ പെട്ടെന്നുള്ള ഇടപെടലുണ്ടായിരിക്കുന്നു. ആ പ്രവാസികൾക്ക് സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ നടപടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു.